ടെൻറ്റ് അടിച്ചിരിക്കുക. അത് ഒരു കാസർഗോഡ് കാരണം സുഹൃത്തുക്കളെ ഞാൻ ചെയ്യുന്ന ബഡ്ജറ്റ് ട്രിപ്പാണ്. ഏറ്റവും കുറവ് ചിലവിൽ എങ്ങനെ ലോകം കാണാൻ പറഞ്ഞിട്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലല്ല ഉള്ളത്. റെസ്റ്റോറൻറ്റ് 560 കിലോമീറ്റർ ദൂരമില്ല, സൂച്ചിയിലാണ് ഉള്ളത്. സൂച്ചി പറഞ്ഞെങ്കിൽ റഷ്യയിൽ സൺഷൈൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് സൂച്ചി. നിങ്ങൾക്ക് കാണാം, ബ്ലാക്ക് സീ ആണ് മക്കളെ. ഇത് ബ്ലാക്ക് സീ, കറുത്ത കടലാണ്. ഇത് കറുത്ത കടലിലാണ് ആദ്യത്തെ മഴയാടി ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യുന്നു സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ഇങ്ങോട്ടേക്ക് ഇന്നലെ രാത്രി തന്നെ വണ്ടി കയറി അവിടെ ഇറങ്ങി. പിന്നെ ട്രെയിനിൽ കയറിയ കുറച്ച് 2 പേര് പറഞ്ഞു സൂച്ചിയിൽ കയറുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് എത്തി മക്കളെ. एक और कूदेगा. ഞാനിപ്പോൾ ഉള്ളത് മനോഹരമായ കടൽ തീരത്ത്. ഇന്നലെ നിങ്ങൾ കണ്ട ബ്ലാക്ക് സീൻ്റെ തീരത്താണ്. ഞാനിപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ 8 മണിയായി. സോ ഞാൻ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ടെൻറ്റ്. ഇതാണ് എൻ്റെ ടെൻറ്റ് സുഹൃത്തുക്കളെ, കണ്ടോ? ഇതാണ് എൻ്റെ ടെൻറ്റ്. ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഇന്നലെ.
അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. ഇവിടുന്ന് ടെൻറ്റിന് വ്യൂ കണ്ടോ നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്തുണ്ട് മനോഹരമായ വ്യൂ. അതെ, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇന്നലെ എൻജോയ് ചെയ്തു. ആദ്യത്തെ ടെൻറ്റിംഗ് ആയിരുന്നു ഈ പ്രാവശ്യത്ത്. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മതി, അതിനും പ്രശ്നമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കമൻറ്റ് കൊടുക്കുക. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇതുപോലത്തെ കുറേ സ്ഥലത്ത് ഇന്ന് ടെൻറ്റ് ഇടാൻ പോകും, കുറേ സ്ഥലത്ത് ഹിച്ച് ഹൈക്കിങ് ചെയ്യും. അതൊക്കെ അഡ്വഞ്ചേഴ്സ് ഇന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു മലയാളി സോച്ചിയിൽ ഈ കടൽ തീരത്ത് ടെൻറ്റ് അടിച്ചിരിക്കുക, അത് ഒരു കാസർഗോഡ് കാരണം. സുഹൃത്തുക്കളെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇന്നുണ്ട് നല്ല പുതുമയുള്ള കാഴ്ചകൾ സോച്ചിന് ഞാൻ നിങ്ങൾക്ക് കാണിക്കും. അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് തന്നെ. ഇതാണ് സ്ഥലം സുഹൃത്തുക്കളെ, ഞാൻ ടെൻറ്റ് അടിച്ച സ്ഥലം ഇതാണ്. അവിടെയാണ് ഞാൻ ടെൻറ്റ് അടിച്ചത്. അത് ടെൻറ്റ് ഉണ്ടോ? അതാണ് ടെൻറ്റ് അടിച്ച സ്ഥലം. എന്തത് നിങ്ങൾക്ക് കാണാം. എന്താണ് അടിപൊളി കാഴ്ച അല്ലേ? ഇവിടെ നല്ല പാർക്കുണ്ട്. ഇവിടെ ഈവനിങ്ങിൽ ആൾക്കാർ നിറഞ്ഞിരിക്കും. ഇവിടെ അങ്ങനത്തെ സ്ഥലമാണ്. ഫുള്ള് ആൾക്കാരായിരിക്കും. ഇപ്പോൾ രാവിലെ 10 മണി ഇപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കട തുറക്കുന്നുണ്ട്. പക്ഷേ ഇത് ലൈവ്ലി ആവുന്നത് ഈവനിങ് ആവുമ്പോൾ. പക്ഷെ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല ലൈവ് ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. അടിപൊളി ഇതായിരിക്കും. ഇവിടെ കണ്ടോ കാഴ്ചകൾ നിങ്ങൾ കണ്ട് മതിയാവും. അത്രയൊക്കെ കാഴ്ചയാണ് വൈകുന്നേരം ആകുമ്പോൾ. വൈകുന്നേരം ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഞാൻ ഇവിടെ തന്നെ ഒക്കെ ഉണ്ടോ. പക്ഷെ ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും അറിയില്ല. ഏതാ കൗ സർഫിങ്ങിലവിടെ പോകും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം ക്യാമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മാറി ക്യാമ്പ് ചെയ്തല്ലോ സുഖമുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ ഞാൻ ടെൻറ്റൊക്കെ എടുത്തു. ടെൻറ്റൊന്നുമില്ല ഇപ്പോൾ. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇപ്പം ബാഗൊക്കെ തൂക്കി നടക്കാൻ പോവാണ്. എന്താണ് പരിപാടി ഒന്നും അറിയില്ല, നോക്കണം. സുഹൃത്തുക്കളെ, ഈ ഒട്ടകത്തെ കണ്ടോ നിങ്ങൾ? എത്ര മനോഹരമായിട്ടല്ലേ സജ്ജീകരിച്ച് വെച്ചത്. ഇവിടെ എങ്ങനെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഈ വാക്ക് സജ്ജീകരിച്ച് വെച്ചത്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു ഐസ്ക്രീമിന് വില ചോദിച്ചു. 150 രൂപ അവരുടെ ക്യാൻഡിക്ക് വന്നു. ഞാൻ പറഞ്ഞ മച്ചിത് എനിക്ക് വേണ്ടാന്ന്. ഇങ്ങനെ നടന്നുകൊണ്ട് നിങ്ങൾക്കിതാ കാഴ്ച കാണാം. ഇതാണ് മുകളിലത്തെ കാഴ്ച. ഇവിടെയൊക്കെ ബീച്ചാണ്. താഴെ അവിടെ എല്ലാമൊക്കെ ബീച്ചാണ്. നിങ്ങൾക്ക് ബീച്ചിൽ പോയിട്ട് സുഖമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ മുകളിൽ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ബെഞ്ച് വെച്ചിട്ടുണ്ട്. മുകളിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. വേറൊരു പടിയില്ല. ആ അമ്മച്ചിക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നെ ഇവിടെ ആക്കിയ അമ്മച്ചിക്ക് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട്. ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എന്തെങ്കിലും കുടിക്കണം, തിന്നണം. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്, കട്ടിക്ക് വിലയാണ് ഇവിടെയൊക്കെ. സോ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. യാത്രകൾ നിങ്ങൾക്ക് ചീപ്പായിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് എല്ലാ കൺട്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഐസ്ക്രീം എല്ലാ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കുന്നതാണ്. അവിടെ ഐസ്ക്രീം കണ്ടു, ക്യാൻഡി കണ്ടു. അതിന് 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. സോ അങ്ങനത്തെ ചെറിയ സാക്രിഫൈസും ചെയ്യണം, ചെറിയ കംഫർട്ട്സും ഇതാക്കണം നമ്മൾ. ഇപ്പോഴത്തെ എന്താ പറയുക, ബ്രെഡ് ഉണ്ടായി. മിഞ്ഞാന്നൊരു ട്രെയിനിലൊരു ചങ്ങായി ബ്രെഡ് മേടിച്ചു തന്നു. അത് ഇതുവരെ ഉണ്ട്. ഇനിയിപ്പോൾ രാവിലെ അതായി, ഉച്ചക്കും അതന്നെ. ഇനിയിപ്പോൾ രാത്രി ചിലപ്പോൾ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മേഖല തിരഞ്ഞെടുക്കണം. ഒന്ന് ഫുഡ്, ഒന്ന് യാത്ര, ഒന്ന് കംഫർട്ട്, ഒന്ന് ലക്ഷറി. സോ ഞാൻ ചെയ്യുന്ന ബഡ്ജറ്റ് ട്രിപ്പാണ്. ഏറ്റവും കുറവ് ചിലവിൽ എങ്ങനെ ലോകം കാണാൻ പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഓക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. യാതൊരു തടസ്സം ഉണ്ടാവില്ല. അതാണ് സോച്ചി പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. റഷ്യൻ ഭാഷയിൽ സോച്ചി തന്നെ ഇത്.
സുഹൃത്തുക്കൾ, അടിപൊളിയില്ലേ? ഇതാണ് ഇവിടുത്തെ. അങ്ങനെ ഞാൻ കുറച്ച് നാൾ നടന്നു. അവിടെ എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് കുറച്ച് നാളിരിക്കും, പിന്നെയും പോവും. അങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം ഫോട്ടോ ഷോ പിന്നെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പ് എല്ലാം തുറന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയായി. പക്ഷേ ഇന്നിപ്പോൾ വെയിലില്ല. ഇന്നലെ നല്ലോണം വെയിലുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ വെയിലില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എന്താ ഇല്ലത് വന്നിട്ട്.